അമേരിക്കയിൽ റിട്ടയർമെന്റ് ഒരു സുഖമുള്ള കാര്യമാണ്. നാട്ടിൽ അത്ര സുഖമുണ്ടോ എന്ന് സന്ദേഹമുണ്ട്. കാരണം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ കാര്യം പോക്കായി. അത് റിട്ടയർ ചെയ്യുന്ന ഏത് പ്രായത്തിലാണ്? 55 വയസ്സ്, 56 വയസ്സ്, അതായത് നല്ല പ്രായത്തിൽ ജീവിതത്തിൻ്റെ ആ പ്രൈമിൽ എത്തി നിൽക്കുമ്പോൾ ആ ജോലിയിൽ നിന്ന്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് ഒഴിവാകുന്നു. പിന്നെ നമ്മളെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. പെൻഷൻ കിട്ടുമെങ്കിൽ, പിന്നെ സർക്കാർ ജോലിയാണെങ്കിൽ പെൻഷൻ കിട്ടും, പിന്നെ എന്ന് മാത്രം. ഈ പെൻഷനും കൊണ്ട് പിന്നെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ അമേരിക്കയിൽ ഇതിപ്പം ചിന്തിക്കാനുള്ള പ്രധാന കാരണം, ഇന്നലെ ഈ ഫ്രാൻസിസ് കാരക്കാട് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിൻ്റെ റിട്ടയർമെൻറ്റ് പാർട്ടിയിൽ പങ്കെടുക്കുകയുണ്ടായി, അദ്ദേഹം ന്യൂജേഴ്സിയിൽ. അപ്പോൾ അന്നേരം ആളുകൾ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് ഇത് തോന്നിയത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ റിട്ടയർമെൻറ്റ് പെൻഷൻ കിട്ടും, പെൻഷൻ ഉള്ളവർക്ക്. പിന്നെ പെൻഷൻ ഇല്ലാത്തവർക്ക് പിന്നെ 401(k) അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടെങ്കിൽ നന്ന് പെൻഷൻ പോലെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ആകപ്പാടെ ഉറപ്പുള്ള ഒരു കാര്യം സോഷ്യൽ സെക്യൂരിറ്റിയാണ്. അതിപ്പം 1500 പിന്നെ 2000 ഒക്കെ കിട്ടണമെങ്കിൽ അതുപോലെ ഉയർന്ന ശമ്പളം ഒക്കെ വാങ്ങിയവർക്കാണ് 2000, 2500, അത് പരമാവധി എത്രയാണ് 3600 വരെ കിട്ടാവുന്നതാണ്. പക്ഷേ അത് അത്രയും ഉയർന്ന തരത്തിൽ പൈസ അടിച്ചിട്ടുള്ളവർക്ക് മാത്രം. അപ്പോൾ പെൻഷനും ഉണ്ടെങ്കിൽ ഇപ്പോൾ സാമാന്യ നിലയിൽ ഇവിടെ പറയുന്നൊരു ചൊല്ലുണ്ട്, ഇപ്പം മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റി, അതായത് നമ്മുടെ MTA, പിന്നെ ന്യൂയോർക്ക് സിറ്റിയിലെ സബ്വേ സിസ്റ്റം, അവിടെ നിന്നൊക്കെ റിട്ടയർ ചെയ്യുന്നവർക്ക് അവർ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ കൂടുതലാണ് പെൻഷൻ. അപ്പോൾ പെൻഷനും അതിനു പുറമേ പിന്നെ ഈ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ആകുമ്പോൾ, സോഷ്യൽ സെക്യൂരിറ്റി പിന്നെ ഇതൊന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഇതും കൂടി ആകുമ്പോഴത്തേക്ക് നല്ലൊരു സംഖ്യയാണ് ഓരോ മാസം കിട്ടുന്നത്. അപ്പോൾ അത് അടിച്ചു പൊളിക്കോ എന്ത് വേണേലും ചെയ്യുക, യാതൊരു ഉത്തരവാദിത്വമില്ല, ഒന്നും പേടിക്കണ്ട. അപ്പോൾ റിട്ടയർ ചെയ്ത് കിട്ടുന്ന ഈ പണത്തിന് ഉള്ളൊരു മെച്ചം ഒന്നും പേടിക്കേണ്ട എന്നുള്ളതാണ്. മറ്റേ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ചിലപ്പം ജോലി പോയെന്നിരിക്കും, ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം സംഭവിക്കാം. അന്ന് പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് ശമ്പളം ഇല്ലാതെ വരുന്നൊരു അവസ്ഥ വരും. പക്ഷേ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റിയും ആജീവനാന്തം എത്ര കാലം ജീവിക്കുന്നോ അത്രയും കാലം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതൊരു സുഖമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്കയിൽ വലിയൊരു തുക കിട്ടിക്കഴിയുമ്പോൾ, വലിയൊരു തുക കിട്ടുന്നവർക്ക് പിന്നെ ലോകം മുഴുവൻ കറങ്ങാം, എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം, എന്തിനും പിന്നെ നമ്മുടെ സൗകര്യം പോലെ നടക്കാമെന്നുള്ളൊരു അവസ്ഥ കിട്ടുന്നു. അപ്പോൾ അത് ഓർക്കുമ്പോഴാണ് നാട്ടിലെ കാര്യം. ഇവിടെ ഇപ്പം ഈ അമേരിക്കയിൽ റിട്ടയർമെൻറ്റ് പ്രായം എന്ന് പറയുന്നത് ഇപ്പോഴത് ഏതാണ്ട് 67 വയസ്സാക്കി വെച്ചിട്ടുണ്ട്. 67 വയസ്സ് അതുവരെ ജോലി ചെയ്യണം. അന്നേരമാണ് ഈ ഫുൾ പെൻഷനും അതുപോലെ തന്നെ പിന്നെ ഫുൾ സോഷ്യൽ സെക്യൂരിറ്റി കിട്ടുള്ളൂ. ഫുൾ പെൻഷൻ ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമാണ്. പിന്നെ സർക്കാർ സ്ഥാപനങ്ങളിലാണെങ്കിൽ ഒരു 20 വർഷം ജോലി ചെയ്താൽ ഫുൾ പെൻഷൻ കിട്ടും. ഒരു 15 വർഷം ഉണ്ടെങ്കിൽ മുഴുവൻ കിട്ടത്തില്ല, പക്ഷേ പെൻഷന് അർഹത നേടും. 10 വർഷം കഴിഞ്ഞാൽ തന്നെ അർഹത നേടുമെന്ന് തോന്നുന്നു. അപ്പം ഈ പെൻഷൻ ഉണ്ടെങ്കിൽ, പെൻഷനും സോഷ്യൽ സെക്യൂരിറ്റിയും കൂടി ആകുമ്പോൾ നല്ലൊരു തുകയായി നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിന് വേറെ ഒരു അർത്ഥതലം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിയുകയും ചെയ്യും. പക്ഷേ നാട്ടിലെ സ്ഥിതിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 55, 56 വയസ്സിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ജീവിതത്തിൽ പിള്ളേരൊന്നും ഒരു പരുവത്തിലായി കാണില്ല. കാരണം പലർക്കും ജോലി കിട്ടുന്ന 25 മുതൽ 30 വരെ ഉള്ള ആ പ്രായത്തിലാണ് ജോലി കിട്ടുന്നത്. അപ്പോൾ ഈ 25 30 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇവർ ഈ ഇറങ്ങിപ്പോകുന്നത്. എന്നാൽ ആ പിന്നെ ഒരു പ്രായം കഴിഞ്ഞിട്ടില്ല, ഇറങ്ങിപ്പോകാനുള്ള ഒരു പ്രായമായിട്ടില്ല. അപ്പോൾ പിന്നീട് എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഒരുവിധപ്പെട്ട ജോലികളൊക്കെ ചെയ്തവർക്ക് വേറെന്തെങ്കിലും ജോലി ചെയ്യാനുള്ള പിന്നെ ടെക്നിക്കൽ കഴിവോ അല്ലെങ്കിൽ സ്കിൽസോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെ ആ പെൻഷനെ മാത്രം ആശ്രയിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരവസ്ഥ വരുന്നു. വാസ്തവം പറഞ്ഞാൽ ഇന്ത്യയിൽ പിന്നെ ഈ പ്രത്യേകിച്ച് കേരളത്തിൽ ആ റിട്ടയർമെൻറ്റ് പ്രായം ഒരു 60 വയസ്സെങ്കിലും, മിനിമം ഒരു 60 വയസ്സെങ്കിലും ആക്കേണ്ടതല്ലേ. 60, 65 ആണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ കേന്ദ്ര തലത്തിലും കേരളത്തിലുമൊക്കെ ഒരു 60, 65 ആ പ്രായം വരെയൊക്കെ കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. പക്ഷേ അവിടെ പുതിയ തലമുറ ധാരാളം യുവാക്കൾ ജോലിയില്ലാതെ നിൽക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഈ പിന്നെ പ്രായമുള്ളവരെ ഒഴിച്ചു വിട്ടിട്ട് വേണം ആ കട്ടിലേക്ക് കയറി കിടക്കാനുള്ള ഒരു അവസ്ഥ നിൽക്കുന്നു. അപ്പോൾ യുവജനങ്ങൾ ഒരിക്കലും ഈ പെൻഷൻ പ്രായം കൂട്ടുന്നതിനെ അനുകൂലിക്കുന്നില്ല എന്നാണ് പറയുന്നത്, ശക്തമായി എതിർക്കുന്നു എന്നാണ് പറയുന്നത്. അതും ശരിയല്ല. കാരണം ഈ യുവജനങ്ങളും നാളെ വൃദ്ധരാകും, അവർക്കും അന്നിത് ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് എന്തായാലും ആ മനുഷ്യൻ്റെ ആയുസ്സിനനുസരിച്ചാണ് നമ്മൾ ജോലി ചെയ്യാനുള്ള കഴിവ് നിശ്ചയിക്കുന്നത്. പണ്ട് കാലത്ത് മനുഷ്യായുസ് എത്രയാണ്? 35 വർഷമോ 40 വർഷമൊക്കെ ആയിരുന്നു. ഇന്നിപ്പം 70, 75 വയസ്സാണ് പിന്നെ മനുഷ്യൻ്റെ ഒരു ശരാശരി ആയുസ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെൻഷൻ പ്രായം ഒന്ന് കൂട്ടേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അമേരിക്കയിൽ ഈ പെൻഷൻ കിട്ടിക്കഴിയുന്നവർ പ്രത്യേകിച്ച് അവർക്കൊന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ കാണുന്നുണ്ട് പലരും.
പിന്നെ അല്പസ്വല്പം പിന്നെ 2 പെഗ്ഗുമൊക്കെ അടിച്ച് അല്ലെ കൂട്ടും കൂടി അങ്ങനെ നടക്കുന്നതും കാണാറുണ്ട്, പ്രത്യേക ഒരു ഉദ്ദേശങ്ങളില്ലാതെ. അത് ഓർക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ചില ആളുകൾ 80 ഒക്കെ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അന്നേരം ജോലി ചെയ്തുകൊണ്ടിരിക്കും, ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പം ഈ അമേരിക്കയിൽ നമുക്കറിയാം, സർക്കാർ സർവീസിലൊക്കെ ഉള്ളവർ റിട്ടയർ ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ന് വേണേലും എത്ര കാലം വേണേലും ജോലി ചെയ്യാം, എത്ര വയസ്സ് വരെയും വേണമെങ്കിൽ ജോലി ചെയ്യാം. അപ്പം 85 90 വയസ്സുള്ളവരൊക്കെ ചില ആശുപത്രികളിലൊക്കെ ജോലി ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവരേതെങ്കിലും മരുന്ന് കുറിച്ച് കൊടുക്കും, ആ കുറിച്ച് കൊടുക്കുന്നത് ശരിയാണോ എന്നറിയാനായിട്ട് വേറൊരാൾ പിന്നെ അത് ചെക്ക് ചെയ്യണം. കാരണം ഈ പ്രായമുള്ളവർ എന്താ ചെയ്യുന്നതെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. അപ്പം മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവം കൂടിയാണ് വാസം പറഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ജോലി ചെയ്യുന്നത്. പക്ഷേ ഒരു 65 ഒരു മിനിമം യോഗ്യത പിന്നെ പ്രായമായിട്ട് തന്നെ നമുക്ക് കരുതാം. 65 വയസ്സിൽ എല്ലാവരും അവരുടെ ഫാക്കൽറ്റികൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ പിന്നെ ആ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഒരു കാലമാണ്. അവരെ അങ്ങോട്ട് നിഷ്കരണം അതിനു മുമ്പൊക്കെ പറഞ്ഞു വിടേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ റിട്ടയർ ചെയ്യുന്നവർ പിന്നെ ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല പ്രധാനം, എന്തെങ്കിലും ജോലി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ആ ജോലി പിന്നെ നമ്മുടെ ആ അവസാന കാലം വരെ ഏതെങ്കിലും തരത്തിലുള്ള ജോലി, അതെന്തായാലും കുഴപ്പമില്ല, പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതിൻ്റെ ആ പ്രാധാന്യം കൊണ്ട്. അപ്പോൾ അത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇവിടെയൊക്കെ റിട്ടയർ ചെയ്ത പലരും എന്താണ് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിലാപത്ത് അടിച്ചു വിട്ട കോഴിയെപ്പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പിന്നെ രാവിലെ 2 പെഗ് അടിക്കുക, ഉച്ചയ്ക്ക് 2 പെഗ് അടിക്കുക, പിന്നെ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ കൂട്ടുകൂടി നടക്കുക, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നാട്ടിലാണെങ്കിൽ ഈ റിട്ടയർ ചെയ്ത ചില സുഹൃത്തുക്കൾ 55 56 വയസ്സിൽ റിട്ടയർ ചെയ്ത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് പിന്നെ മരിച്ചു പോകുന്നത് കാണുന്നുണ്ട്. വീണോ എന്തെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ പെട്ടോ, പിന്നെ അമിതമായിട്ട് മദ്യപാനം അല്ല, ആ ഒരു റിട്ടയർമെൻറ്റിനെ നേരിടാനായിട്ടുള്ളൊരു കഴിവ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. അപ്പോൾ അത് ഖേദകരമാണ്. നാട്ടിൽ പിന്നെ ആ പെൻഷൻ പ്രായം കൂട്ടണം. ഒരു 65 വയസ്സ്, 60നും 65നും ഇടയ്ക്കുള്ള ഒരു പ്രായം ഉണ്ടാവണം ആളുകൾക്ക്. പിന്നെ ആളുകളുടെ ആ ജീവിത രീതി തന്നെ മാറിപ്പോയിരിക്കുന്നു. അത് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. അമേരിക്കയിലും ഈ ജോലി ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യമായിട്ട് കണക്കാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്.